ഈ ഭാവി കാര്യങ്ങൾ ഇപ്പം പണ്ട് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും പിടച്ചതിൽ വീഴണത് ആരാണ്, എപ്പോഴാണ് വീഴണത്? ഈ മുമ്പ് ആ സൈക്കിളിൻ്റെ മുമ്പിലുള്ള വഴിയിലിട്ട് മാത്രം നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് ഹാൻഡിൽ വെട്ടിപ്പോണത്. അപ്പോൾ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ എന്താ പറയണത്? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാനെന്ന് പറയും, അല്ലേ? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാൻ. ആ സൈക്കിളിന് മാത്രമല്ല, ജീവിതത്തിനും അങ്ങനെയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന നേരെ ഉള്ള കാഴ്ചയാണെങ്കിൽ 8 കിലോമീറ്റർ കാണാമെന്നാണ് പറയണം മനുഷ്യന്. നേരെയുള്ള കാഴ്ച മനുഷ്യൻ്റെ കപ്പാസിറ്റി 8 കിലോമീറ്ററാണ്. അപ്പോൾ പരത്തിനൊക്കെ 40 കിലോമീറ്റർ കാണാമെന്ന് ഓർക്കണം. അതെങ്ങോട്ട് മേഘങ്ങളിൽ നിന്ന് ഒളിച്ചിരുന്നിട്ടാണ് ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് പോണത്. ദാറ്റ് മീൻസ് ആ കക്ഷി അവിടെ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കിലോമീറ്റർ മുകളിലാണ് നിൽക്കുന്നത്. ആ സാധനത്തിന് ഈ കോഴിക്കുഞ്ഞിനെ കൃത്യമായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ അപ്ഡേഷൻ ഉണ്ടെങ്കിലും, അപ്ഡേഷൻസ് നമ്മൾ വായിക്കുന്നത് മീഡിയയുമായിട്ട് ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് അപ്ഡേഷൻസ് കിട്ടാം. വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം നമുക്കൊരു അപ്ഡേഷൻസ് കിട്ടാം. അതനുസരിച്ചാണ് ഈ ആൾക്കാർ മൂവ് ചെയ്യുന്നത് പലപ്പോഴും ഇൻഫർമേഷൻ കൊണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ ഏറ്റവും വലിയ ഒരു കാലഘട്ടമാണിത്. പക്ഷെ മനുഷ്യനെ നയിക്കാൻ ഈ ഇൻഫർമേഷൻ മാത്രം പോരാ, വളരെ പരിമിതമാണ്. എന്താ കാര്യം? നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ നയിക്കണം, ജീവിതം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ട് പൂട്ടുമെന്ന് ഒരിക്കലും നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും ആരും വിചാരിക്കണില്ല. എത്ര പേര് IELTS ആണെന്നറിയാമോ? വെറുതെ ക്യാൻസലായിരിക്കണ വീട്ടിൽ തീർന്നു, ആ കാശും പോയി. ഇനി OET ക്യാൻസലായിരിപ്പുണ്ട്. കാര്യം എന്താണ്? ആ രാജ്യത്തിന് ആളെ വേണ്ട, തീർന്ന്. അപ്പം അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ ദൈവമായിട്ട് നമുക്ക് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ, ദൈവത്തിനറിയാമല്ലോ ഈ സാധനം ക്യാൻസലാക്കാൻ പോകണമെന്നുള്ളത്. ഈ B1 B2 ഒക്കെ ഇനിയിപ്പോൾ ക്യാൻസലാകും കുറച്ച് കഴിയുമ്പോൾ. ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ രാജ്യമൊന്നുമല്ല. നമ്മളെ ആൾക്കാർ എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർക്ക്. നമ്മൾ കേരളക്കാർ മാത്രമല്ലല്ലോ, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ അവിടെ ചെല്ലണത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം ക്യാൻസലാവും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഞാൻ ഒരു കാര്യം മാത്രമല്ല പറയണത്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബാധിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ഒരു 40% വിഷയങ്ങൾ മാത്രമേ വർത്തമാനകാലത്തെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 60% കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അത് പക്ഷെ നമ്മൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈശോ അതിൻ്റെ പ്രൊവിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഒന്നൊരു വായിച്ചത് യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കറിയാൻ പാടില്ലാത്തത് നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം നമ്മളെ അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നത് നമ്മൾക്ക് മെരിറ്റാണ് ലോസ് ചെയ്യണത്. നമ്മുടെ മെരിറ്റ് ലോസ് ചെയ്യും. ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളും എല്ലാ നേട്ടങ്ങളും വരണത് ആൾക്കാരെല്ലാം ഇങ്ങനെ ഒത്തിരിയേറെ ക്രാഷ് കോഴ്സുകൾ, പിന്നെ എഡ്യൂക്കേഷൻ അപ്ഡേഷൻസൊക്കെ എല്ലാം എടുക്കുന്നതിൻ്റെ പിന്നിൽ, പിന്നെ എക്സ്പീരിയൻസൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? അതുകൊണ്ടൊന്ന് നെറ്റ് ഇഫക്റ്റ് എന്താണ്? നമ്മുടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ മനുഷ്യൻ കാണുന്ന ഒരു രീതി. മെറിറ്റ് നമ്മുടെ ഒരു ഒരു വിഷയത്തിൽ 6 മാസത്തെ ക്രാഷ് കോഴ്സ് എടുത്തു, നമുക്കവിടെ എക്സ്പീരിയൻസായി എന്ന് പറയുമ്പോൾ
നമുക്ക് എലിജിബിൾ ആകുകയാണ്. എക്സ്പീരിയൻസ് ആൻഡ് എലിജിബിലിറ്റി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ബൈബിള് ഈ എലിജിബിലിറ്റിനെ എന്താ വിളിക്കുന്നത്? ബൈബിള് മെരിട്ടെന്ന് വിളിക്കും, അതല്ലേ? എലിജിബിലിറ്റിനെ അർഹത, യോഗ്യത ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ എലിജിബിലിറ്റി എന്ന് പറയുന്ന വിഷയത്തെ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വേറെയാണ്. എന്താണത്? മെരിറ്റ്, യോഗ്യത എന്ന് പറയും. ഇനി ബൈബിളിനെ നിരീക്ഷിക്കുന്ന രീതികളുണ്ട്. എന്താണ്? മനുഷ്യന്മാർ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും, എത്ര എലിജിബിലിറ്റി ഉള്ളവരായാലും, എലിജിബിലിറ്റി ഉള്ളവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ വൈ ഷുഡ് യു മസ്റ്റ് ഗെറ്റ് ദാറ്റ് ജോബ്? അതാണ് വിഷയം. അവിടെ ഒരു പ്രശ്നമാണത്, അതൊരു പസ്സിലാണ്. ഈ അർഹതയുള്ളവരുടെ, നീ അർഹതയ്ക്ക് വേണ്ടി തലകുത്തി മറിഞ്ഞ് മറ്റുള്ളവരെക്കാൾ അർഹത നേടി ഒരു കോമ്പറ്റീറ്റീവ് സ്റ്റാറ്റസ് നീ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? അവസരങ്ങൾ ചുരുക്കമാണ്, അല്ലേ? അവസരങ്ങൾ ചുരുക്കമായത് കൊണ്ട് തന്നെ ഇപ്പം 100 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റേ ഉള്ളു. അതേസമയം തന്നെ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ 100 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 90 പേരും ഔട്ടാകത്തില്ലേ? അപ്പോൾ എലിജിബിലിറ്റി നോൺസെൻസ് ആകത്തല്ലേ? അപ്പോൾ ബൈബിള് ഇതിന് വേറൊരു വാതിലാണ് തുറന്നിരുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ഒരു രീതി, ബൈബിള് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ പെട്ടെന്ന് കൺകർ ചെയ്യാൻ പാടായിരിക്കും. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ, കാര്യം പഴയ നിയമത്തിൻ്റെ കാലഘട്ടം ക്രിസ്തുവിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അതിനകത്ത് ചില സമയത്തൊക്കെ കണ്ണിന് പകരം കണ്ണെന്നൊക്കെ ഉള്ള നിലപാടുകൾ എടുക്കും. സർവൈവിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ അങ്ങനെ വരും. ജീസസ് വന്നപ്പോൾ ഇതെല്ലാം ക്യാൻസലാക്കി കളഞ്ഞു. എന്താ കാര്യം? ദൈവത്തെ പക്ഷം ചേർത്ത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഇമ്മാനുവൽ കോൺസെപ്റ്റാണ് ഈശോ പ്രൊമോട്ട് ചെയ്യണത്. അപ്പം ദൈവം കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അക്രമവും കൊലപാതകവും അങ്ങനെ അതുപോലെയുള്ള അഭ്യാസങ്ങളുമായിട്ട് പോയാൽ ദൈവത്തിന് നമ്മുടെ കൂടെ സഹായിക്കാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ ഒരു ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ ഉള്ള ദൈവത്തിൻ്റെ ഒരു ആന്തരിക അഭിവാഞ്ചം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു ആന്തരിക അഭിവാഞ്ച ദൈവം പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ you go. Take the word of God. Sudhikita hallelujah. 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 Shwe aradhana aradhana aradhana. Vava sneha rajave innum innulil vaana. Vava സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ ദൈവസ്നേഹത്തിന്റെ പാട് വാവാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അന്ന റീച്ചൽ. ഞാൻ സെയിൻറ്റ് മേരീസ് കുമ്പളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 7 ഓഗസ്റ്റ് 2025 അതിനു മുമ്പ് തന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിയോഗങ്ങളിലൊന്നായിരുന്നു ഞാൻ BSc നഴ്സിംഗ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പഠിക്കാൻ ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു. നഴ്സിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നഴ്സിങ്ങിലേക്ക് കയറിയത്.
അതിനകത്തേക്ക് കടന്നപ്പോഴാണ് എനിക്ക് എന്തോരം അതിനകത്ത് പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലായത് എനിക്ക് അപ്പോഴാണ്. ഒത്തിരി തടസ്സങ്ങളും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വരെ ഞാൻ വീട്ടുകാരും ഞാനൊക്കെ വിചാരിച്ചായിരുന്നു. ആ പ്രതിസന്ധിയുടെ ഇടയിലും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാൻ അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എനിക്കിത് സാധ്യമാകുമോ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിയുമ്പോൾ ഇതെനിക്ക് പോസിബിൾ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്ക് ജയിക്കാൻ പറ്റുമോ. പക്ഷെ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് എല്ലാം അമ്മ എനിക്ക് നേടിത്തന്നതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് സംഭവിച്ചതെന്ന് ഞാൻ എപ്പോഴും അത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണത്. അങ്ങനെ ഞാൻ BSc നഴ്സിംഗ് പാസ്സായി. അമ്മയുടെ കൃപയാൽ ഞാൻ വളരെയധികം ഞാൻ അതിപ്പോഴും ഏറ്റെടുത്ത് പറയുന്നൊരു കാര്യമാണ്. അമ്മയുടെ കൃപയാൽ ഞാൻ BSc നഴ്സിംഗ് പാസ്സായതിന് ശേഷം ഞാൻ പിന്നെ OET എല്ലാവരും ഞാൻ പഠിക്കാൻ കയറിയെങ്കിലും പിന്നെ വിചാരിച്ചു ഞാൻ എന്നാൽ ജോലിക്ക് വേണ്ടി പോകാം, എക്സ്പീരിയൻസിന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ് ഞാൻ കയറിയത്. അതിനകത്ത് ഏറ്റവും പാടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത്. ആസ് എ ഫ്രഷറായിട്ട് കയറുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക്. കുട്ടികളാണ് ഒന്നാമത്, അത് 1 മാസം 1 ദിവസമൊക്കെ ഉള്ള കുട്ടികൾ കാർഡിയാക്കിൻ്റെ ഇഷ്യൂസായിട്ടൊക്കെ വന്ന് കിടക്കുമ്പോൾ ആദ്യം പേടിയായിരുന്നു. വെന്റിലേറ്റർ, പല പല മെഷീൻസ്, ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പെട്ടെന്ന് പാനിക്കാവുന്നൊരു വ്യക്തിയാണ്. എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ പേടിക്കും, പിന്നെയാണ് ഞാൻ പ്രോസസ്സ് ചെയ്യുള്ളൂ. അങ്ങനെ ഒത്തിരി പേടിച്ചു. അമ്മയുടെ പ്രാർത്ഥിക്കും ഞാൻ. അപ്പോഴും ഞാൻ കൃപാസനത്തിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കാണുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. പിന്നെ ധൈര്യം അങ്ങനെ കിട്ടി. അവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇവരിൽ എനിക്ക് മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ വരുന്ന കുട്ടികളും മാതാപിതാക്കളും ഒത്തിരി തളർന്നു വരുന്നവരാണ്. അവരാദ്യമായിട്ട് കിട്ടുന്ന കുട്ടി ഒരു കാർഡിയാക് കണ്ടീഷനായിട്ട് വരുന്നു. അതെങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള പാരൻസ് ആയിരുന്നു നമ്മുടെ ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ വളരെയധികം അവരെ സമാധാനിപ്പിക്കാനും അവരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ഞാൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ OETക്ക് വേണ്ടി ട്രൈ ചെയ്തു. അപ്പോഴും എനിക്ക് ജോലിയുടെ ഒപ്പം OET എനിക്ക് പോസിബിൾ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് അറിയാൻ പറ്റും, എനിക്കത് പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചു. ജോലിയുടെ ഒപ്പം തന്നെ OET പഠിച്ചു, എഴുതി, എനിക്ക് കിട്ടി. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും എനിക്ക് ചിന്തിക്കുമ്പോൾ അറിയില്ല. ഞാൻ കാശിരൂപം ഒന്നും കയറ്റാൻ പാടില്ല അകത്ത്. ഞാൻ പക്ഷേ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കയറി. എനിക്ക് OET കിട്ടി. OET കിട്ടിയിട്ട് എനിക്ക് ന്യൂസിലൻഡിലേക്ക് ഉള്ള പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും തടസ്സങ്ങളായിരുന്നു, റിജക്ഷൻസ് ആയിരുന്നു. ഇത് പിന്നെ അങ്ങോട്ട് മുൻപോട്ട് ഭയങ്കര ലാഗ് അടിക്കുന്ന രീതിയിൽ ഇങ്ങനെ റിജക്ഷൻസ് വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക, നിനക്ക് പാലിക്കാൻ പറ്റും. എനിക്ക് ഭയമായിരുന്നു, എനിക്കിത് പാലിക്കാൻ പറ്റുമോ, ഇവിടെ പറയുന്ന രീതികളിൽ പ്രാർത്ഥനകളും ഇതും എൻ്റെ ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കാതിരുന്നത്. അങ്ങനെ ഞാൻ 7-ാം തീയതി ഓഗസ്റ്റ് 2025 ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു. അത് ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൽ വന്നു. അപ്പം തന്നെ അമ്മ പറഞ്ഞു, നീ ഇവിടെ വന്ന് ചവിട്ടി നിൻ്റെ ആ ഒരു നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടി അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം തന്നെ എനിക്കത് മനസ്സിലായി, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രൊസീജിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയി. അതിൻ്റെ ഇതായിട്ട് ഞാൻ തിയറി എക്സാം ഉണ്ടായിരുന്നു, IQN എന്നാണ് എക്സാമിൻ്റെ പേര്. അതും ജോലിയോടൊപ്പം തന്നെ പഠിച്ചു.
OET പഠിച്ചപ്പോൾ കിട്ടിയല്ലോ, അപ്പോൾ ഇതും സാധിക്കും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു, ചെയ്തു. അതിനകത്ത് 2 പാർട്ടാണുള്ളത്. A പാർട്ട് ഫുള്ള് കാൽക്കുലേഷൻസ് ആണ്, ഫാർമക്കോളജി ആണ്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. അതിനകത്ത് എല്ലാ ചോദ്യവും ഉത്തരങ്ങളും ശരിയാവണമായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എനിക്കത് കിട്ടില്ല, പക്ഷെ ട്രൈ ചെയ്യാം. 3 അറ്റംപ്റ്റേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അതിനകത്ത് B പാർട്ടും ഇതുപോലെ 108 ചോദ്യങ്ങളിൽ 1/4 നമുക്ക് കിട്ടണം. അത് ഞാൻ കിട്ടും എന്നാണ് വിചാരിച്ചത്, പക്ഷെ നേരെ തിരിച്ചാണ് അമ്മ എനിക്ക് തന്നത്. ഞാൻ A പാർട്ട് പാസ്സായി, B പാർട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോഴെനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദി പറഞ്ഞു മാതാവിന്. അതിനുശേഷം ഞാൻ ജോലി നിർത്തി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യം ഞാൻ B പാർട്ട് അറ്റൻഡ് ചെയ്തതിനേലും ടഫായിരുന്നു എനിക്ക്. ഞാൻ ഓർത്ത് എനിക്ക് കിട്ടില്ല, എന്തായിരിക്കും ഇതിൻ്റെ ഇത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വിത്തിൻ ½ ആൻ അവർ തന്നെ വരുമായിരുന്നു. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ടെൻഷൻ കാരണം എന്താണ് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മെയിൽ വന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. ആ എക്സാമിന് പോകുമ്പോഴായാലും ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, കാശുരൂപമൊന്നും പാടില്ല. അവർ ഫുള്ള് ചെക്ക് ചെയ്യും. ഞാൻ ഉടമ്പടി കാശുരൂപം ഉള്ളിൽ ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ സെക്യൂർ ചെയ്ത് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ചില്ല അത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഉള്ളംകൈയിൽ ഞാൻ ഉപ്പും എണ്ണയും കൂടി ചാലിച്ച് തേച്ചിട്ടാണ് പോയത്. അന്ന് ഉള്ളംകൈയിൽ തൈലവും ഉപ്പും. അപ്പോൾ അവരത് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സ്വെറ്റ് ചെയ്തതാന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ നെറ്റിയിൽ ഞാൻ തൈലം പൂശുകയും നിർഗന്ധയിലയിൽ ഞാൻ ഉപ്പിട്ടിട്ട് പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ ഉപ്പ് അവിടെ വെക്കുകയും ഞാൻ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവേ, എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നടന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അതിനുശേഷം ആ എക്സാം പാസ്സായി കഴിഞ്ഞ് ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി പ്രോസസ്സിങ് സ്മൂത്തായിട്ട് നടക്കുമെന്ന് വിചാരിച്ച് പിന്നെ പോകുന്നതിൻ്റെ രീതിയിൽ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റിലായിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സിക്കാവുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് അസ്വസ്ഥതകളും വയ്യായ്കളും വന്ന ആളാണ് ഞാൻ. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും വന്നിട്ടില്ല. ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണ ഇതായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. ഒന്നിടവിട്ട് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട്. അവസാനം എനിക്ക് എവിടെയാണെന്നറിയില്ല, എൻ്റെ മൂക്കിൻ്റെ പാല് ഇടിച്ചതെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ഇടിച്ചത് ഒന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം ഈ മൂക്കിൻ്റെ പാലത്തിന് ഭയങ്കര വേദന, ചുമന്നിരിക്കുന്നു, നീര് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാറിക്കോളും, ഭയങ്കര അലർജിക്കാണ് ഞാൻ. അപ്പോൾ തുമ്മിയതൊക്കെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും നീര് കൂടി, വാ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ നീരായി. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ENT ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവൾക്ക് തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ നീര് വന്ന് കിടക്കണ പോലെ തോന്നാറുണ്ട്, എന്താണെന്നറിയില്ല, ഡോക്ടർ ഇങ്ങനെ പോകാൻ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒന്ന് ഒരു അൾട്രാസൗണ്ട് ചുമ്മാ സ്ക്രീൻ ചെയ്തേക്ക്, എന്തായാലും പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോഴേക്കും ഒരു നൊഡ്യൂള് പോലെ ഇവിടെ കണ്ടു. അത് കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമമായി. ഇതെന്താണ് ദൈവമേ ഇങ്ങനെ, ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്ക് നടക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം മാതാവ് എനിക്ക് നടത്തി തന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വന്നപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നു, അച്ഛൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു ഇവിടെ. അത് കഴിഞ്ഞിട്ട് വേറെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി കണ്ടു. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന വേറെ രോഗികളൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. പക്ഷേ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു 7-8 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടി നോക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. ഇന്നിപ്പോൾ ഇവിടെ വരുന്നത് വരെ ഞാൻ തുമ്മൽ നിർത്തിയിട്ടില്ല, അത്ര അലർജിക്കാണ് ഞാൻ.
തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ വർത്തമാനം പറയുന്നിടെ ആ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയം വരെ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്കറിയില്ല ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ നിൽക്കണേന്ന്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാതാവ് വഴി നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞാൻ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുകൊള്ളുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷിഫ്റ്റൊക്കെ വരുമ്പോഴേക്കും കുർബാന കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞായറാഴ്ചയിലെ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല. നൈറ്റാണെങ്കിലും ഷിഫ്റ്റ് മാറി വരുന്നെങ്കിലും ഏതെങ്കിലും പള്ളികളിൽ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെ കുർബാനകളിലും കുമ്പസാരിക്കും 2 ആഴ്ച ഇടവിട്ടിട്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ ഞങ്ങളുടെ ICUൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒക്കെ നമ്മൾ പത്രം കൊടുക്കാറുണ്ട്. മാതാവ് നേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്ന് ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു. ഞാൻ ഒത്തിരി 2018 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. 2019 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഒത്തിരി അനുഗ്രഹങ്ങൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും പരിശുദ്ധമ്മേ ദേവമാതാവേ നന്ദി. ഈശോയ്ക്കും കൃപാസനം മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സൂര്യ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് രാഹുൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. കുഞ്ഞുങ്ങളില്ലായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ യൂട്യൂബ് വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ 2-3 സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇവിടെ വരണം, പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്കെന്തായാലും കൃപാസനത്ത് പോകാം. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. കഴിഞ്ഞ 2024 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മയുടെ അനുഗ്രഹത്താൽ പിറ്റേ മാസം ജൂൺ മാസം ഞാൻ പ്രഗ്നൻ്റായി. അത് അമ്മയുടെയും ഈശോൻ്റെയും അമ്മയുടെയും 1000 അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ അമ്മയുടെ കാശ് രൂപം എടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അതിൻ്റെ ഫലമായിട്ട് ഓരോ ചെക്കപ്പിനായാലും ഞാൻ പേടിയോടെ പോകുമ്പോഴും അമ്മയുടെ കാശ് രൂപം ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വമാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. 9 മാസക്കാലം മാതാവ് ഒരു കുഴപ്പമില്ലാതെ എന്നെ പരിചരിച്ച് കൊണ്ടുപോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 9-ാം മാസം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ എനിക്ക് അമ്മ മാതാവ് പ്രസവിക്കാൻ ഭാഗ്യം തന്നു. ഒരു പെൺകുഞ്ഞാണ്, നിതാര എന്നാണ് അവളുടെ പേര്. പിന്നീട് എല്ലാ ദിവസവും പറയുന്ന പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ സന്ധ്യക്കും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭർത്താവിന് ഒരു അലർജി പ്രശ്നമുണ്ടായിരുന്നു. ഒരുപാട് കാണിച്ചു, ഓയിൻമെൻ്റൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാറ്റം ഉണ്ടായില്ല. കഴിഞ്ഞ നിയോഗത്തിൽ അതേപോലെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാതാവേ, അത് മാറ്റിത്തരണേ. അപ്പോൾ ഞാൻ തൈലമൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സ്കിൻ അലർജി പ്രോബ്ലം പൂർണ്ണമായും മാറിക്കിട്ടി. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിരലിൻ്റെ സൈഡ് ഭാഗം ഒരു മാംസം പുറത്തേക്ക് വന്ന നിലയിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഒരാഴ്ചത്തോളം മരുന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു, മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു നഖം മുഴുവനായി എടുത്ത് കളയണം, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നഖം പിഴുത് മാറ്റാൻ ഒരു പേടിയും ഒരു ഇതുള്ളത് കൊണ്ട് ഞാനത് നിന്നില്ല. ഞാൻ വീട്ടിൽ വന്നു എല്ലാ ദിവസവും ഉപ്പ് ഇട്ടിട്ട്
തിളപ്പിച്ച വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മാംസം മുഴുവനായി ഒരാഴ്ച കൊണ്ട് തന്നെ മാറി സാധാരണ നിലയിലേക്ക് എൻ്റെ നഖം വന്നു. ഇതെല്ലാം എൻ്റെ പൊന്നുമാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനിയും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഞാൻ കാത്തിരിക്കുവാണെന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ അമ്മയോട് അടുത്ത് നിൽക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പത്രവിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി.